ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഗ്രാഫാണിത്. ഈ രൂപത്തിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. A4 പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. A4 പേപ്പറിൽ നമുക്ക് ഒരു 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയും 28 സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു ദീർഘചതുരം വരച്ചെടുക്കണം. അതിന് നമുക്കറിയാം, ഈ A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തും 1/2 സെൻറ്റിമീറ്റർ വീതം വിട്ടാൽ മതിയല്ലോ. ഇതാ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അപ്പോൾ രണ്ട് വശത്തും അങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം ചേർത്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായി ആ വീതിയുടെ ഭാഗം 20 സെൻറ്റിമീറ്ററായിട്ട് കിട്ടും. ഇനി നീളം 28 സെൻറ്റിമീറ്ററിലേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ A4 പേപ്പറിന് 29.7 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 1.7 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടാവും. അപ്പോൾ 0.7 ഒരു ഭാഗത്തും 1 സെൻറ്റിമീറ്റർ ഒരു ഭാഗത്തും വിട്ടാൽ മതി. അപ്പോൾ കറക്റ്റ് 28 തന്നെ കിട്ടും. അപ്പോൾ വിടുന്നത് രണ്ടും ഒരേ രൂപത്തിലായിരിക്കണമെങ്കിലേ നമുക്ക് ഇതുപോലെ നേർരേഖയിൽ വരച്ച് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി. യെസ്. ഇനി അടുത്തത് അവിടെ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് 2, 4 അങ്ങനെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ശരി, അവിടെ ഒരു പോയിൻ്റ് കൂടെ വേണം. ഇതാ ഇതിൻ്റെ കറക്റ്റ് 0 ഒരറ്റത്ത് വെച്ചതിന് ശേഷം 2, 4, 6, 8, 10 അങ്ങനെ മറ്റേ അറ്റത്ത് 20 ആയിരിക്കുമല്ലോ. യെസ്. ഇനി അടുത്തതിലേക്ക് ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ നീക്കി 1 മുതൽ 21 വരെയാണ് വെക്കുന്നത്. എന്നിട്ട് 2ൻ്റെ ഗുണിതങ്ങൾ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ 2 ഘട്ടം പോയിൻ്റ് നമ്മളിട്ട് ഇനി ഒന്നും കൂടെ ചെയ്യേണ്ടതുണ്ട്. യെസ്. അവിടുന്ന് 2 സെൻറ്റിമീറ്ററിനെയും കൂടി നീക്കിയെടുക്കുകയാണ്. 2 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ട് അതുപോലെ താഴെയും 2 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ട് ഇനി അത് ചേർത്ത് വെക്കുന്നു. അപ്പോൾ അത് ചേർത്ത് വെക്കുമ്പോൾ ചെയ്യുന്നത് ഒരറ്റത്ത് 1 മറ്റേ അറ്റത്ത് 21 കേട്ടോ. എന്നിട്ട് 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുന്നത് എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ മേലോട്ട് കയറിയിട്ടാണ് എല്ലാം ഉണ്ടാകുക. അപ്പോൾ അത് വരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതാ അങ്ങനെ 1 സെൻറ്റിമീറ്റർ മേലോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു റോംബസ്, ആ 4 ബിന്ദുക്കളും ചേർത്ത് ഒരു റോംബസ് വരച്ചെടുക്കാൻ കഴിയുന്നത്. യെസ്. ഇനി വളരെ എളുപ്പമാണ്. ആ പോയിൻ്റുകൾ ചേർത്ത് വെച്ചതിന് ശേഷം 2 സെൻറ്റിമീറ്റർ വരച്ച് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, വീണ്ടും 2 വരച്ച് 2 ഗ്യാപ്പ്, വീണ്ടും 2 വരച്ച് അങ്ങനെ നമ്മൾ അളവ് നോക്കണമെന്നില്ല. കാരണം പോയിൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓരോ 2 സെൻറ്റിമീറ്ററും പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പോയിൻ്റിൽ നിന്ന് പോയിൻ്റിലേക്ക് വരച്ചാൽ മതി. ഇതാ ആദ്യം എങ്ങനെയാണോ വരച്ചത് അതേപോലെയാണ് മൂന്നാമത്തത് വരയ്ക്കുന്നത്. രണ്ടാമത്തത് 1 സെൻറ്റിമീറ്റർ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് വരച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ ഒരു ക്യൂബ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇതാ. യെസ്. അപ്പോൾ ഓരോ ക്യൂബിൻ്റെയും മേലെ ഭാഗം റോംബസ് ആയിട്ടാണല്ലോ ഉണ്ടാകുക. താഴെ മാത്രമാണ് ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുക. മുഴുവൻ ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. ഒന്നിടവിട്ട് ആണ് ക്രോസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഒന്നിടവിട്ട് എല്ലാം ആ മേൽഭാഗത്ത് റോംബസ് ആയിരിക്കും. യെസ്. ഇനി ക്രോസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. തിരിച്ചും. അടുത്തത് റോംബസ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ക്രമം. ഒന്നിടവിട്ട് റോംബസ്, ഒന്നിടവിട്ട് ക്രോസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കാനുള്ള വര ആ 2 മാത്രമാണ്.
അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ക്യൂബുകൾ 5 എണ്ണം, അപ്പോൾ ഒരേ രൂപത്തിൽ തന്നെ വരച്ചെടുത്താണ് 5 എണ്ണം. ഇനി അടുത്തത് 0 അവിടെ വെച്ച് 1, 3, 5, അതായത് ആദ്യം 1 സെൻറ്റിമീറ്റർ വിട്ടുകൊണ്ടും പിന്നെ 2 വീതം വിട്ടുകൊണ്ട് 0 ആ പോയിന്റിൽ വെച്ച ശേഷം 1, 3, 5 3 പോയിൻ്റ്. ഇനി ചെയ്യുന്നത് ആദ്യം 1/2 സെൻറ്റിമീറ്റർ മേലോട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉണ്ടാവും. എന്നിട്ട് 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഘട്ടം ആ പോയിൻ്റ് 0യിലാണ് വെക്കുന്നത്. അപ്പോൾ 0യിൽ വെക്കുമ്പോൾ പോയിൻ്റ് 2ൻ്റെ ഗുണിതങ്ങളെല്ലാം 1 സെൻറ്റിമീറ്റർ താഴ്ന്നു വരും. ഇപ്പോൾ മൂന്നാമത്തെ വരയ്ക്കുമ്പോൾ വീണ്ടും മേലോട്ട് പോയി. 1 മുതൽ 21 വരെയാണ് സ്കെയിൽ വെക്കുന്നത്, താഴെയും മേലെയുള്ള പോയിൻ്റ്. അവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം ഒരു റോംബസ് വരച്ച് വെച്ചാൽ നമുക്ക് തെറ്റിപ്പോകാതെ കിട്ടും, ഇല്ലെങ്കിൽ പിശക് വരാൻ സാധ്യതയുണ്ട്. ഇനി നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അതിനോട് ചേർന്ന് 2 സെൻറ്റിമീറ്റർ താഴ്ത്തുക, 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, അങ്ങനെ 2 വരച്ച് 2 വിട്ട്, 2 വരച്ച് 2 വിട്ട്, അങ്ങനെ. ഇവിടെയും അത് തന്നെ. ഇപ്പോൾ 2 അറ്റങ്ങളിലും ഒരുപോലെയായിരിക്കും. മധ്യഭാഗത്തുള്ളത് 1 സെൻറ്റിമീറ്റർ ഇറങ്ങിയിട്ടായിരിക്കും. ഇനി അവിടെ ക്രോസ് ചെയ്ത് വരക്കുന്നു. അപ്പോൾ ഒന്നിടവിട്ട് എല്ലാം ഇതുപോലെ താഴ്ത്തി 2 + 2 4 സെൻറ്റിമീറ്റർ ക്രോസ് ചെയ്ത് വരക്കാം. ഇനി അവിടെയൊക്കെ ക്യൂബാവുന്ന രൂപത്തിലുള്ള 2 വരകൾ. അപ്പോൾ നല്ലൊരു 3D എഫക്റ്റുള്ള ചിത്രമാണെന്ന് മാത്രമല്ല അതിൻ്റെ വിന്യാസം അത് വളരെ കൃത്യമായിരിക്കും. എല്ലാം ഒരേ രൂപത്തിലാണ് ആ സ്പേസിങ്. ക്യൂബുകളെല്ലാം ഒരുപോലെയും ഇടയ്ക്കുള്ള സ്പേസും എല്ലാം ഒരുപോലെയാണ്. നേരത്തെ ചെയ്തതുപോലെ 0 വെച്ചതിന് ശേഷം 1, 3, 5 1, 3, 5 ആദ്യം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, പിന്നീട് 2 വീതം. ഇപ്പോഴും 21 സ്കെയിൽ നിൽക്കുന്നത്. അതായത് 1, 21 എന്നുള്ള രൂപത്തിലാണ് വെച്ചത്. 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുന്ന. അടുത്തയിലേക്ക് വരുമ്പം സ്കെയിൽ നോക്കി 0 മുതൽ 20 വരെ വെച്ച് അവിടെയും 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ അത് ഓരോ സെൻറ്റിമീറ്റർ ഇറങ്ങിയാണ് നിൽക്കുക. വീണ്ടും മേലോട്ട് കയറ്റി 1 മുതൽ 21 വരെ. എല്ലാം 2ൻ്റെ ഗുണിതങ്ങളാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ റോംബസ്. ആദ്യം തന്നെ ഇത് ചെയ്യുന്നത് ആ ഡിസൈൻ അങ്ങോളം ആ രൂപത്തിൽ തന്നെ തെറ്റിപ്പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേസമയം 2 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തതെങ്കിൽ ഗ്യാപ്പ് കൂടുതൽ കാണും. അവിടെ ഒരു എളുപ്പമുണ്ടായിരുന്നു. ആ ചെരിഞ്ഞ് വരുന്ന വരകളും എല്ലാം നേരേക്ക് വഴങ്ങും. പക്ഷേ ഇപ്പോഴ് അത് പറ്റില്ല. കാരണം അവിടെയുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുത്തത് 1 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് നേരേക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇത് മാത്രം, അതായത് നമ്മൾ ഈ
കുത്തനെയുള്ള ഭാഗം മാത്രമാണ് ഒന്നിച്ച് വരയ്ക്കാൻ പറ്റുന്നത്, മറ്റെല്ലാം സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടതാണ്. നല്ല രസമുള്ളൊരു ചിത്രമാണ്. ഒരു A4 പേപ്പർ പരമാവധി ഉപയോഗിക്കുക എന്നുള്ള രൂപത്തിലാണ്. ഇനി ഇത് ചാർട്ട് പേപ്പറിലേക്ക് വലുതാക്കി വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് നേരെ ഇരട്ടിയാക്കി എടുത്താൽ മതി. അപ്പോൾ 2 പകരം 4 സെൻറ്റിമീറ്റർ, അതുപോലെ 1 പകരം 2 സെൻറ്റിമീറ്റർ. ആ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണല്ലോ നമ്മൾ വിട്ട്, ആ ഗ്യാപ്പ് അന്നേരം 2 സെൻറ്റിമീറ്റർ ആവും. ഓരോ വരയുടെയും നീളം 4 സെൻറ്റിമീറ്റർ. അപ്പോൾ വലിയൊരു ചിത്രം തന്നെയാണ് കിട്ടുക. വീണ്ടും ഇതാ 0യിൽ വെക്കുന്ന 135 മേലെയും അതുപോലെ തന്നെ 135. എന്നിട്ട് ആദ്യം 1 സെൻറ്റിമീറ്റർ മേലോട്ട് കയറ്റി വെച്ച് 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. ഇപ്പോൾ 1 മുതൽ 21 വരെയാണ് ഇപ്പോൾ സ്കെയിൽ നിൽക്കുന്നത്. അവിടെയുള്ളതും അതേപോലെ, 2 അറ്റത്തുള്ളതും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 1 മുതൽ 21 വരെ സ്കെയിൽ വെച്ച്, ഇവിടെയാണ് മധ്യഭാഗത്ത് നമ്മൾ 0 മുതൽ 20 വരെ. അപ്പോൾ അവിടെ 2ൻ്റെ ഗുണിതം അടയാളപ്പെടുത്തുമ്പോൾ 1 സെൻറ്റിമീറ്റർ താഴ്ന്നിട്ടാണ് വരിക. യെസ്. പിന്നീട് പതിവ് പോലെ തന്നെ മേൽഭാഗത്ത് റോംബസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് പലവട്ടം ഇതേപോലെ പറയുന്നത് തെറ്റിപ്പോവാതിരിക്കാനാണ്. ചെറിയ നമ്മളെ ഈ ചിത്രം വരച്ച് പഠിച്ച് വരുന്ന ചെറിയ പ്രൈമറി തലത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഘട്ടവും കൃത്യമായി കാണിച്ചുകൊണ്ട് പറയുന്നത്. നമ്മൾ നേരത്തെ വരച്ച് അതേ പാറ്റേണിൽ തന്നെയാണ് വരയ്ക്കുന്നത്. സ്കൂൾ തുറക്കാൻ ഇനി 2 ആഴ്ചയും കൂടിയുള്ളൂ. അപ്പോൾ ഒഴിവ് സമയത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്ന ചില ചിത്രങ്ങളാണ് ഞാൻ ഈ വെക്കേഷൻ കാലത്ത് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഓരോന്നിലും എത്രത്തോളം അതിൻ്റെ ഗണിതാശയങ്ങൾ വരുന്നുണ്ടെന്നും, അപ്പോൾ ഓരോ ചിത്രങ്ങളും എളുപ്പത്തിൽ നമ്മൾ പഠിച്ച ഗണിതാശയങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നുമാണ് ഓരോ ഘട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന വിഷയത്തെ ഒന്നുകൂടി രസകരമാക്കാനും കളർഫുള്ളാക്കാനും അതിൻ്റെ ഒരു മടുപ്പൊഴിവാക്കാനും ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം വളരെ കൃത്യമായി അളക്കാനും വരക്കാനും അതുപോലെ പരസ്പരം യോജിപ്പിക്കാനും, അളവെന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിൻ്റെ പോലും വ്യത്യാസമില്ലാതെ. പല ക്യാമ്പും നടക്കുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ ചിലരോട് 7 ആയിപ്പോവും, ചിലരോട് 9 ആയിപ്പോവും, 8.5 വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കൃത്യത അവിടെ ഉണ്ടാവുന്നില്ല. ഇതേ 0യിൽ വെച്ച് 135 നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ അവിടെ 1 മുതൽ 21 വരെ വെച്ചതിന് ശേഷം 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുന്ന 2 അറ്റത്തും അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്ന തരത്തിൽ തന്നെ. മധ്യഭാഗത്ത് മാത്രമാണ് 0 മുതൽ 20 വരെ വെച്ച് 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുന്നത്.
ഇവിടെ 1 സെൻറ്റിമീറ്റർ മേലോട്ട് വെച്ച്. യെസ്, വീണ്ടും റോംബസ്. ആ വരക്കുന്നതെല്ലാം റോംബസ് തന്നെയാണ്. പക്ഷേ മേലെ വരക്കുന്ന റോംബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ആ ചിത്രത്തിൻ്റെ രീതി നിർണ്ണയിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതാദ്യം വരക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ 2 സെൻറ്റിമീറ്റർ ഓരോന്നും ഇറക്കിക്കൊണ്ടിരുന്നത്. ഒന്നിടവിട്ട് ഓരോ സെൻറ്റിമീറ്റർ മാറ്റി മാറ്റി ഇറക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഈ ക്യൂബുകൾ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ചിത്രം മാത്രമല്ല, ചിത്രം അതായത് 5x5 25 സമചതുരക്കട്ടകളുണ്ട്. ഈ 25 എണ്ണവും ഒരേപോലത്തുള്ളതാണ്. ഈ 25 എണ്ണത്തിലും കൂടെ 25x3 75 റോംബസ് ഉണ്ട്. 75 സമഭുജ സാമാന്തരികങ്ങളുണ്ട്. ആ 75 എണ്ണവും സർവ്വസമങ്ങളാണെന്നുള്ളതാണ്. ആ 75 എണ്ണവും ഒരുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, ഈ 75 എണ്ണത്തിൻ്റെ സ്പേസിങ്, അതായത് അവ തമ്മിലുള്ള അകലം, മേലെയായാലും താഴെയാണെങ്കിലും വശങ്ങളിലേക്കാണെങ്കിലും അത് തമ്മിലുള്ള അകലം വളരെ കൃത്യമായിട്ട് ഒരേ തരത്തിലാണ്. അപ്പോൾ അതൊക്കെ ഒരു ഗണിത ചിത്രം വരക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് കൃത്യമായ സ്പേസിങ് കൊടുത്തുകൊണ്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 5 വരിയിലും 5 നിരയിലുമായി 5x5 25. അതൊരു സ്ക്വയർ നമ്പറാണല്ലോ. യെസ്. അപ്പോൾ ഓരോ ക്യൂബിലും 3 വീതം റോംബസ് വരുന്നു. അപ്പോൾ 75 റോംബസുകൾ ഒരേപോലത്തെ സർവ്വസമങ്ങൾ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള 75. ഇതൊന്ന് ഡാർക്ക് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. നന്നായിട്ട്, അതായത് ഞാൻ CD മാർക്കർ ബോൾഡായിട്ടുള്ള തടിച്ച CD മാർക്കർ കൊണ്ടാണ്. അപ്പോൾ CD മാർക്കർ എന്ന് പറയല്ല, പെർമനൻറ്റ് മാർക്കർ. അതിന് കളർ ചെയ്യുന്ന രീതി ഇതാണ്. ഞാനൊരു ലൈറ്റ് പച്ചക്ക് സമമായ ഇതാ, അതിനുശേഷം റോസ് കളറാണ് അതിൻ്റെ ഒരു വശത്ത്. മറ്റതും റോസ് തന്നെ, പക്ഷേ രണ്ടും ഒന്ന് ലൈറ്റാണ്, ഒന്ന് ഡാർക്കാണ്. രണ്ടാമത്തെ റോയിൽ ടോപ്പിൽ വന്നത് യെല്ലോ ആണ്, ഒരു സൈഡിൽ വന്നത് ഓറഞ്ചാണ്, രണ്ടാമത്തെ സൈഡിൽ വരുന്നത് ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ നേരത്തെ ലൈറ്റ് ഗ്രീനും ഈ ഗ്രീനും തമ്മിൽ വ്യത്യാസമുണ്ട്. യെസ്, മേൽഭാഗത്ത് വയലറ്റാണ് കൊടുത്തത്, സൈഡിൽ ലൈറ്റ് ബ്ലൂ ആണ് ഒരു സൈഡിൽ, രണ്ടാമത്തെ സൈഡിൽ വരുന്നത് റെഡാണ്. കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് പരസ്പരം മാറ്റിയെടുക്കാം. യെസ്, ഇഷ്ടംപോലെ ചെയ്യാം. ഇത് മേലെ നിന്ന് എങ്ങനെയാണോ വന്നത് മധ്യഭാഗത്ത് നിന്ന് തിരിച്ചങ്ങോട്ട് ഒരു മിറർ ഇമേജിൻ്റെ രൂപത്തിൽ ആ ചെയ്തതുപോലെ ഇതാണ്. അപ്പോൾ മേലെയുള്ള രണ്ടാമത്തെ റോവും താഴെ നിന്ന് മേലോട്ടുള്ള രണ്ടാമത്തെ റോവും സെയിമാണ്. അതുപോലെ തന്നെ രണ്ടറ്റങ്ങളിലുള്ളത് ഒരേ രൂപത്തിലാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ മധ്യഭാഗത്തുള്ള ഒരു ലൈന് മാത്രം വേറൊന്ന്. യെസ്. അപ്പോൾ കളറിങ് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ കളർ ചെയ്തെടുത്താൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. 5x5 25 ക്യൂബ്സ്, അതുപോലെ അതിൽ 75 റോംബസ്, അതുപോലെ ആ ഏങ്കിൾ അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1:2 എന്നുള്ള ആ റേഷ്യോ പാലിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആ ഏങ്കിളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണും. അപ്പോൾ ഏങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരച്ച എല്ലാ വരകളും പാരലൽ ലൈനാണ്, എല്ലാ വരകളും പാരലൽ ലൈനാണ്. യെസ്. അപ്പോൾ 3 റോംബസാണ് ഒരു ക്യൂബിന് നിർണ്ണയിക്കുന്നത്. എന്തായാലും നന്നായി വരയ്ക്കുക. ഓക്കെ.